ഭാഗ്യം വാതിൽക്കൽ വന്ന് മുട്ടിയിട്ടും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് അത് കൈവിട്ടു പോയ സജിമോന്റെ കഥ കേരളക്കരയെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുകയാണ്. 20 കോടി രൂപയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ സമ്മാനം അടിച്ച ടിക്കറ്റ് അബദ്ധവശാൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊറിയർ വഴി പോയ ഈ സംഭവം കേവലം ഒരു വ്യക്തിപരമായ നഷ്ടമല്ല, മറിച്ച് സങ്കീർണമായൊരു നിയമയുദ്ധത്തിന്റെ തുടക്കം കൂടിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും സജിമോൻ എടുത്ത XC138455 എന്ന നമ്പറിലുള്ള ടിക്കറ്റാണ് ഈ വിവാദത്തിലെ കേന്ദ്രബിന്ദു. ശബരിമല തീർത്ഥാടകർ മറന്നുവെച്ച നെയ്പാത്രത്തിനുള്ളിൽ സുരക്ഷിതമെന്ന് കരുതി വെച്ച ടിക്കറ്റ് പാത്രം തിരികെ അയച്ചപ്പോൾ കൂടെ പോവുകയായിരുന്നു. ജനുവരി 24-ന് നറുക്കെടുപ്പ് കഴിഞ്ഞ് തന്റെ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ടിക്കറ്റ് വിശാഖപട്ടണത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. കേരള ലോട്ടറി നിയമം അനുസരിച്ച് ടിക്കറ്റ് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയാണ് അതിന്റെ താൽക്കാലിക ഉടമ. എന്നാൽ ഇവിടെ സജിമോന് തുണയാകാൻ സാധ്യതയുള്ള ചില പ്രധാന നിയമവശങ്ങൾ ഇവയാണ്. ലോട്ടറി ടിക്കറ്റിന് പിന്നിൽ പേരും വിലാസവും എഴുതി ഒപ്പിടുക എന്നത് സജിമോന്റെ ശീലമായിരുന്നു. നിയമപരമായി ടിക്കറ്റിന് പിന്നിൽ ഒരാൾ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കാണ് സമ്മാന തുകയിൽ ആദ്യ അവകാശം. മറ്റാരെങ്കിലും ഈ ടിക്കറ്റ് ഹാജരാക്കിയാലും ഒപ്പിൽ തിരുത്തലുകളോ കൃത്രിമമോ നടന്നോ എന്ന് പരിശോധിക്കാൻ ലോട്ടറി വകുപ്പിന് അധികാരമുണ്ട്. ടിക്കറ്റിൽ ഒപ്പ് മായ്ക്കാൻ ശ്രമിച്ചാൽ ഫോറൻസിക് പരിശോധനയിലൂടെ അത് കണ്ടെത്താനാകും. സജിമോൻ അവകാശപ്പെടുന്ന പോലെ അദ്ദേഹത്തിന്റെ ഒപ്പാണ് ടിക്കറ്റിൽ ഉള്ളതെങ്കിൽ മറ്റൊരാൾക്ക് ആ തുക നൽകുന്നത് തടയാൻ ലോട്ടറി ഡയറക്ടർക്ക് സാധിക്കും. കൊറിയർ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ, ടിക്കറ്റ് എടുത്ത കടയിലെ ദൃശ്യങ്ങൾ, സജിമോന്റെ മൊഴി എന്നിവ ഈ കേസിൽ നിർണായകമാണ്. പാക്ക് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് പാത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ അത് സജിമോൻ അനുകൂലമായ വലിയൊരു തെളിവായി മാറും. സമ്മാനാർഹമായ ടിക്കറ്റ് ഇതിനോടകം ലോട്ടറി ഓഫീസിൽ ഹാജരാക്കപ്പെട്ടതായാണ്